Hi friends, welcome back to Shadi's Corner. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. സിമ്പിൾ റെസിപ്പി എന്നാൽ ഒരു പായസമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് ഗോതമ്പാണ്, ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു പായസമാണ്. സാധാ ഗോതമ്പാണ്, നമ്മൾ നുറുക്ക് ഗോതമ്പല്ല, സാധാ ഗോതമ്പം. ഇത് വെച്ചിട്ടുള്ള ഇങ്ങനെ പായസം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആദ്യം എന്ത് ഓർമ്മ വരിക? പാലായിരിക്കും. ഇത് പാലൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. പായസത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഗോതമ്പ് കാവ എന്നാണ് പറയാറുള്ളത്. ചിലരെങ്കിലും ഇത് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടാവും. ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ ഗോതമ്പ് ഒന്ന് നനച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ, ഞങ്ങൾ കുറച്ചാളെ കുടിക്കാനുള്ളൂ, അതുകൊണ്ടാണ് കുറച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ അനുസരിച്ച് ഉണ്ടാക്കാം. അത് നമുക്കിതൊന്ന് നനച്ചെടുക്കാം. കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് നനച്ചെടുക്കാം. വെള്ളം അധികം ആവരുത്, പൊതിർന്ന് പോകരുത് ഗോതമ്പ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. നന്നായി പൊടിയണ്ട, എന്നാലും ഒന്ന് കുത്തിയെടുക്കണ്ട. നമ്മൾ ഗോതമ്പ് കുത്തിയെടുക്കില്ല അതേപോലെ. ഇത് ഉമി കളഞ്ഞ ഗോതമ്പാണ്, അതുകൊണ്ട് അധികമൊന്നും ഉമിയൊന്നും ഉണ്ടാവില്ല. മിക്സി ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. എന്നാൽ ഞാൻ അതൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്ത് വരാം. അപ്പോൾ ഇത് ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അധികം പൊടിയും വേണ്ട, എന്നാൽ തീരെ പൊടിയാതിരിക്കുകയും ചെയ്യരുത്. ഇനി ഞാനിതൊന്ന് കഴുകി വരാം. ഇത് നമുക്കൊരു കുക്കറിലോട്ട് മാറ്റാം. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് വേവിക്കാം. ഗോതമ്പ് കുറച്ച് വേവുള്ളതാണ്, അതുകൊണ്ടാണ് ഒരു കപ്പ് വെള്ളം ചേർത്ത്. എന്നാലും മിക്സിയിലിട്ട് അടിച്ചതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നാൽ ഞാൻ ഇത് വേവിച്ചിട്ട് വരാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാൻ ഇവിടെ 4 അച്ച് ശർക്കരയാണ് എടുത്തത്. മധുരമൊക്കെ നിങ്ങൾ ഓരോരുത്തർ നിങ്ങളെ അനുസരിച്ചെടുത്താൽ മതി. ഇതിന് അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും. ഇതിൽ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഗോതമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാനൊരു സോസ് പാനിലേക്ക് മാറ്റി. ഇപ്പോൾ അടുപ്പിൽ വെച്ച് തിളപ്പിക്കുകയാണ്. ഇതിലേക്ക് നേരത്തെ നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചില്ലായിരുന്നു, ആ ശർക്കര ഉരുക്കി അരിച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര ഇട്ടൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ശർക്കരയുടെ മധുരമൊക്കെ ഗോതമ്പിലേക്ക് നന്നായി പിടിക്കണം.
ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. അപ്പോൾ ഗോതമ്പ് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ലൂസ് കൺസിസ്റ്റൻസിലാണ്. പായസമാകുമ്പോൾ ഒന്നുകൂടെ തിക്കായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിത് കുറുകാൻ വേണ്ടി ഇതിലേക്ക് ഒരു ടീസ്പൂണ് പൊടി കലക്കിപ്പാരാണ്. അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി, അത് കലക്കിപ്പാരാണ് ചെയ്യാറുള്ളത്. ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടി ഒഴിച്ച ഉടനെ നന്നായി ഇളക്കണം, അല്ലെങ്കിൽ പൊടി കെട്ടാനുള്ള സാധ്യത ഉണ്ട്. ഈ പൊടിയൊന്ന് വേവാൻ വേണ്ടി മാറ്റി. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പായസം ഗോതമ്പ് ഖാവ എന്നൊക്കെ പറയാറുണ്ട്. വളരെ ടേസ്റ്റാണ് ഇത് കുടിക്കാൻ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇനി നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് ഒരു സ്പൂണ് ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. ഞാൻ മറന്നു പോയതാണ്. ഒരു ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് നെയ്യും. 2 ഞാൻ നേരത്തെ വിട്ടുപോയതാ പറയാൻ. ഇതിക്ക് നമ്മൾ 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടി ചേർക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ ഒന്നും ചെയ്യാത്ത വറുക്കാത്ത പച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കട്ടിക്കാണ് ഇരിക്കുന്നത്. ഒന്നുകൂടെ ലൂസാക്കണമെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് പൊടി ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിരിക്കുന്നത്. നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്.